നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും മരിക്കുമ്പോഴെങ്കിലും ഒന്നിച്ചാകണം. സ്വന്തം മക്കളെപ്പോലും ഇട്ടെറിഞ്ഞ് അർച്ചന ആ വീട്ടിൽ നിന്ന് ഷെബിനൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയാണോ? തിരുവനന്തപുരം പോത്തൻകോടിന് സമീപത്ത് കമിതാക്കളായ അർച്ചനയും ഷെബിനും വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളാണിക്കൽ പാറയ്ക്കരികെ ഒരു റബ്ബർ മരത്തിലെ ഇരു കൊമ്പുകളിലായിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അവരുടെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു പരത്തിയത് ഇത്തരത്തിലൊരു കഥയാണ്. കമിതാക്കളായ ഇരുവരും ചേർന്ന് ജീവനൊടുക്കിയിരിക്കുന്നു എന്ന്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പോലീസ് അന്വേഷണം ശക്തമാകുകയാണെങ്കിൽ, അതിന്റെ കൃത്യമായ നേരായ രീതിയിലാണ് പോകുന്നതെങ്കിൽ പുറത്തു വരാൻ പോകുന്നത് ഒരു വലിയ ദുരഭിമാന കൊലയെക്കുറിച്ചുള്ള വാർത്തയായിരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അർച്ചനയുടെ മരണം അത് വലിയ സംശയങ്ങൾക്ക് വകവയ്ക്കുന്നു. എന്തായാലും സ്വന്തം മക്കളെ അടക്കം ഉപേക്ഷിച്ചാണ് താൻ ഷെബിനൊപ്പം ഇറങ്ങിപ്പോകുന്നതെന്ന് പറയുമ്പോൾ അർച്ചന രണ്ടും കൽപ്പിച്ചു തന്നെയായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകുക. തൻ്റെ വിവാഹത്തിന് മുമ്പേ താൻ പ്രണയിച്ച തൻ്റെ കാമുകൻ അയാൾക്കൊപ്പം ഇറങ്ങി ചെല്ലുക എന്ന് പറയുമ്പോൾ നാണക്കേടുണ്ടാകുമെന്നത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ ചെയ്യുക എന്താണ്? ഒന്നുകിൽ നാട് വിടും, അല്ല എങ്കിൽ ഇരുവരും ഒരുമിച്ച് വിവാഹം കഴിച്ച് മുന്നോട്ട് ജീവിക്കും എന്നുള്ളതാണ്. അതായത് നാണക്കേട് പോലും മറന്ന്, സ്വന്തം മക്കളെപ്പോലും മറന്ന് ഒരു വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി ഒരിക്കലും ഈ പറയുന്നത് പോലെ സ്വന്തം ജീവനൊടുക്കും എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ കാലന്റെ മാതൃകയിൽ, കാലന്റെ രീതിയിൽ അവിടെ അവതരിച്ചത് ആരാണ് എന്നത് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു. അർച്ചനയെയും ഷെബിനെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത വരുന്നത് പോലെ തന്നെ അത്തരത്തിൽ ഒരു മരണമാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർത്തതാണോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ നേളിച്ചു നിൽക്കുന്നുണ്ട്. രണ്ടുപേരെയും കെട്ടിത്തൂക്കി കൊന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് അതിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ക്ലിയറാണ്. സ്വന്തം കൂടപ്പിറപ്പാണോ, സ്വന്തം ചോരയാണോ, സ്വന്തം ഭാര്യയാണോ, അല്ലെങ്കിൽ സ്വന്തം മകളാണോ എന്നുപോലും നോക്കാതെ നാണക്കേടുണ്ടാക്കുന്ന, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്നവരുടെ ജീവൻ എടുത്തിട്ടാണെങ്കിലും കുടുംബത്തിൻ്റെ ആ ഒരു അഭിമാനം നിലനിർത്തുക എന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സംഭവവും ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ ആത്മഹത്യക്ക് പിറകിലുണ്ടോ എന്നുള്ള സംശയമാണ് നിലവിൽ വരുന്നത്. ഈ സംശയങ്ങളൊക്കെ ഉടലെടുക്കുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഒരു വാർത്ത കാണാനിടയായി. ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്കിൽ പോലും ഈ കേസിൽ പിറകിലുള്ള സംശയങ്ങളുമായിട്ട് ചില ബന്ധങ്ങളുള്ള ഒരു കേസ്. ആ കേസ് നടക്കുന്നത് 2 ആഴ്ച മുമ്പാണ്, പഞ്ചാബിൽ വെച്ച്. പഞ്ചാബിലെ മാൻസിലിൽ 25 വയസ്സുള്ള ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. യുവാവിനെ വിവാഹിതയായ സ്ത്രീയുമായുള്ള പ്രണയബന്ധത്തെ ചൊല്ലിയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഗോഗ്ര റോഡ് സ്വദേശിയായ ജഷൻദീപ് സിംഗ് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. യുവതിയുടെ കുടുംബാംഗങ്ങൾ യുവാവിനെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൈകാലുകൾ ഒടിഞ്ഞും ശരീരമാസകലം മാരകമായി പരിക്കേറ്റും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇയാൾ മരണപ്പെടുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കൊല്ലപ്പെട്ട ജഷന അയൽവാസിയും 3 കുട്ടികളുടെ അമ്മയുമായിരുന്ന യുവതിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ഇതിലുള്ള വൈരാഗ്യം മൂലം യുവതിയുടെ ബന്ധുക്കൾ ജഷൻദീപിനെ നേരത്തെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ ദിവസം ബൊലേറോ കാറിലെത്തിയ 2 സ്ത്രീകളെ അടക്കം 7 അംഗ സംഘം യുവാവിനെ ബലമായി പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. കൈകാലുകൾ തല്ലിയൊടിക്കുകയും ബോധം മറയുന്നതുവരെ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധവും ഇരമ്പിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വ്യക്തിപരമായ തർക്കങ്ങളുടെ പേരിൽ നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം പ്രവണതകൾ ഗൗരവമുള്ളതാണെന്നും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നും പോലീസ് പറഞ്ഞു. ഈ ഒരു സംഭവം നടന്ന 2 ആഴ്ചയ്ക്കിപ്പുറത്താണ് നമ്മുടെ കേരളത്തിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അർച്ചനയും ഷെബിനെന്നും പറയുന്ന കമിതാക്കൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇത് തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്
രണ്ടും പ്രണയമാണ് എന്നുള്ളതാണ്. അർച്ചനയെ സംബന്ധിച്ച് അർച്ചനയുടെ വീടിന് സമീപത്താണ് ഷെബിൻ്റെ വീട്. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ദൂരമുള്ള ഒരു വീട്. ചെറുപ്പം മുതൽ തന്നെ പ്രണയത്തിലായിരുന്നവർ. പക്ഷേ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൊന്നും തന്നെ ആ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. ഷെബിനെ സംബന്ധിച്ച് ഷെബിൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ് എന്നൊക്കെയായിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഷെബിൻ്റെ മാതാപിതാക്കളുടെ ഒരു റിലേഷൻ അത്തരത്തിലാണ്. ഷെബിൻ്റെ രണ്ടാം അച്ഛനൊപ്പമാണ് ഇപ്പോൾ ഷെബിൻ്റെ അമ്മ താമസിക്കുന്നത്. അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിലേക്കൊരു പെൺകുട്ടിയെ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് അർച്ചനയുടെ കുടുംബം വിചാരിച്ചു കാണും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാതി തന്നെയാണ്. നീതിയും ന്യായവും കോടതിയും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ ഇന്നും പലരും ജാതി നോക്കിയാണ് പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളടക്കം തീരുമാനിക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ തന്നെക്കാൾ താഴേക്കിടയിലുള്ള ഒരു ജാതിയാലാണ് ആ യുവാവ് എന്നതും വലിയ പ്രശ്നമായിട്ട് മാറിയിരുന്നതായിട്ട് സൂചനകൾ പുറത്തു വരുന്നു. അർച്ചനയുടെയും ഷെബിൻ്റെയും ജാതികൾ തമ്മിലുള്ള വ്യത്യാസവും ആ പ്രണയത്തിന് വീട്ടുകാർ എതിർക്കാനുള്ള കാരണമായി മാറി. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിലും ഷെബിൻ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അർച്ചനയെ ഷെബിന് വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ഇവർ തമ്മിലുള്ള പ്രണയം ഇത്തരത്തിൽ കടുത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പെൺകുട്ടിയെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തിന് ശേഷം ഇയാൾ നാട് വിട്ടു പോകുകയും മറ്റു ജോലികളൊക്കെ ചെയ്യുകയായിരുന്നു. ഈ അടുത്ത കാലത്താണ് യുവാവ് തിരികെ നാട്ടിലേക്ക് എത്തിയത്. വീണ്ടും ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ പറയുന്ന യുവതിയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇയാളെ മർദ്ദിച്ചതായിട്ട് അടക്കം ഷെബിൻ്റെ മാതാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ചില സംശയങ്ങൾ നിഴലിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്താണെന്ന് പുറത്തു വരേണ്ടതുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തത് തന്നെയാണോ എന്നത് അറിയേണ്ടതുണ്ട്. മറുവശത്തേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ദുരഭിമാന കൊലയെക്കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൻ്റെ ആ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ ഈ ദുരഭിമാന കൊലയുടെ ഇര എന്ന് പറയുന്നത് കെവിൻ എന്ന് പറയുന്ന യുവാവാണ്. കോടതി അടക്കം ദുരഭിമാന കൊല എന്ന് വിലയിരുത്തിയ ആദ്യ സംഭവം കോട്ടയത്തെ കെവിൻ കൊലക്കേസാണ്. 2018 മെയ് 27-നാണ് 23-ാം വയസ്സിൽ കെവിൻ കൊല്ലപ്പെടുന്നത്. നീനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയായിരുന്നു ആ കൊലപാതകം നടത്തിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്ന് പിതാവും സഹോദരനും തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന് നീനു കോടതിയിൽ പറഞ്ഞത് ഇന്നും മലയാളികൾ ഓർക്കുന്ന സംഭവമാണ്. കൊലപാതകം തന്നെയാണ് നടന്നതെന്ന് കോടതി നിരീക്ഷിച്ച് 10 പ്രതികൾക്കും അന്ന് ഇരട്ട ജീവപര്യന്തം തടവ് വിധിച്ചു. പ്രതികളുടെ പ്രായം പരിഗണിച്ച് വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു. കുറ്റക്കാരല്ലെന്ന് കണ്ട് നീനുവിൻ്റെ പിതാവടക്കം 4 പേരെ കോടതി അന്ന് വെറുതെ വിട്ടതും ശ്രദ്ധേയം. പിന്നീട് നടന്ന ഒരു ദുരഭിമാന കൊല എന്ന് പറയുന്നത് മലപ്പുറം അരീക്കോട് ദളിത് യുവാവിനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ സ്വന്തം പിതാവിനാൽ കൊല്ലപ്പെട്ട ആതിരയുടെ കഥയാണ്. 2018 മാർച്ച് 22-നാണ് ആതിര വീട്ടിൽ കുത്തേറ്റ് മരണപ്പെടുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയായിരുന്ന ആതിര ഇതര ജാതിയിൽപ്പെട്ട ഒരു യുവാവുമായി പ്രണയത്തിലായി. ഇതറിഞ്ഞ പിതാവ് രാജൻ മകളുമായി തർക്കത്തിലാകുകയും തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് ബന്ധുക്കളും പോലീസും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും യുവാവുമായുള്ള പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. 2018 മാർച്ച് 23-ന് വിവാഹം നിശ്ചയിച്ചു. എന്നാൽ 22-ന് മദ്യപിച്ചെത്തിയ രാജൻ മകളുടെ വിവാഹം വസ്ത്രമടക്കം കത്തിക്കുകയും അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയ മകളെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായ പെൺകുട്ടിയുടെ അമ്മ, സഹോദരൻ, അമ്മാവൻ എന്നിവർ പ്രതിക്ക് അനുകൂലമായി കൂറുമാറി. ഇതും സംശയത്തിൻ്റെ ആനുകൂല്യവും
പ്രതിയെ കോടതി വെറുതെ വിടാൻ കാരണമാക്കി മാറ്റി. ഇതേ തുടർന്ന് പിന്നീട് നടന്ന ഒരു ദുരഭിമാന കൊല എന്ന് പറയുന്നത് പാലക്കാടായിരുന്നു. പാലക്കാട് തേങ്കുറിശ്ശി കേസ്. തേങ്കുറിശ്ശിയിൽ അനീഷ് എന്ന് പറയുന്ന യുവാവ് അതിഗുരുതരമായിട്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ് കൊല്ലപ്പെട്ടു. 2020 ഡിസംബർ 25 വൈകിട്ട് 6ഓടെയാണ് മാനംകുളമ്പ് സ്കൂളിന് സമീപത്തായി അനീഷിനെ ഭാര്യാപിതാവ് പ്രഭുകുമാറും അമ്മാവൻ സുരേഷും വെട്ടിക്കൊലപ്പെടുത്തിയത്. തമിഴ് പിള്ള സമുദായ അംഗമായിട്ടുള്ള ഹരിതയും കൊല്ല സമുദായ അംഗമായ അനീഷും തമ്മിലുള്ള പ്രണയവിവാഹം കഴിഞ്ഞ് 3 വർഷം തികയവെയായിരുന്നു ഈ കൊലപാതകം. ജാതിയും സമ്പത്തിലും താഴ്ന്ന നിലയിലുള്ള അനീഷ് മകളെ വിവാഹം കഴിച്ചത് അതിലുള്ള വൈരാഗ്യം പകയായി കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് വിവാഹാലോചന വന്നതിൻ്റെ പിറ്റേന്നാണ് ഹരിതയും അനീഷും വീട്ടുകാരറിയാതെ വിവാഹിതരാകുന്നത്. തുടർന്ന് പിതാവ് പ്രഭുകുമാർ കുഴൽമന്ദം സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അനീഷിനോടൊപ്പം ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ് ഹരിത ആ കാര്യങ്ങൾ അറിയിക്കുകയുമായിരുന്നു. സ്റ്റേഷനിൽ നിന്നിറങ്ങവേ 90 ദിവസത്തിനകം തന്നെ വകവരുത്തുമെന്ന് പ്രഭുകുമാർ അനീഷിനോടൊന്ന് ഈ പറയുന്ന ഭീഷണി മുഴക്കി. പ്രഭുകുമാറും സുരേഷും പലതവണ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നത് പതിവായിരുന്നു എന്ന് പിന്നീട് അനീഷിന്റെ പിതാവ് ആറുമുഖൻ പോലീസിൽ പരാതി നൽകി.